എല്ലോളം കരി പൊന്നുണ്ടിന തനി തഞ്ചാവൂര് പട്ടം നിന സംഘം തെളിയണ പട്ടുതിലങ്ങണ ചന്തം നിനക്കാതെ കണ്ടു കൊതിച്ചവർ ചെന്തും കൊണ്ടെന്നും പണ്ടേ പണ്ടേ കറക്കാതെ കൊണ്ടുപോലെ പറക്കാടി കല്ലുമാലക്കാതി കമ്മരതില്ലേലും ആരാരും കണ്ണു വച്ചു പോകും കണ്ണിക്കതിരാണേ കള്ളി മുള്ളു പോലെ മുള്ളുകളല്ലേലും ആളോരെ കല്ലിയവനുടനുള്ളൊരു മുള്ളാണേ എല്ലോളം കരി പൊന്നുണ്ടിന തനി തഞ്ച. ഒരു ഇൻഫ്ലുവൻസറുടെ ഭാര്യ ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നാം ഒന്ന് ആലോചിക്കേണ്ടത്, ഇത് കണ്ടന്റ് ആക്കിക്കൊണ്ട് എത്ര പേരാണ് ഈ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ലോകത്തുനിന്ന് ആദ്യമായിട്ടല്ല ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ ഭാര്യ വേറൊരാളുടെ പോകുന്നതോ അല്ലെങ്കിൽ ഭർത്താവ് വേറൊരാളുടെ പോകുന്നതൊന്നും ലോകത്ത് ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത്. പക്ഷേ അഖിൽ NRD എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഇടുന്നു, യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, കുറെ പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അയാളുടെ ഭാര്യ വേറൊരാളുടെ പോയി എന്നുള്ള കാരണം കൊണ്ട് അതിനെടുത്ത് വെച്ച് വലിയ രീതിയിൽ അലക്കുന്ന കുറെ പേര് അതിനെ വലിയ കണ്ടന്റ് ആക്കുന്നത്. കണ്ടോ, ഇൻഫ്ലുവൻസറുടെ ഭാര്യ ഒളിച്ചോടി പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് അലക്കണം. എടേ, ഉളുപ്പുണ്ടോടെ നിനക്കൊക്കെ? എടാ, നിന്റെ കുടുംബത്തിലും അതുപോലെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊരാളെടുത്തിട്ട് അലക്കിയാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? അവന്റെ ആ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെങ്കിലും ആലോചിക്കണ്ടേ? ഇതിനിടയ്ക്ക് കുറെ പേര് വന്നിട്ടിരുന്ന കമന്റ് അവൻ ഗേ ആണ് അല്ലെങ്കിൽ വേറെന്തൊക്കെയാണ്. എടേ, അവൻ എന്തായി കഴിഞ്ഞാലും അത് അവരുടെ കുടുംബത്തിലെ പ്രശ്നമാണെന്നേ. അതിനെ നീയക്കാരാ ചോദ്യം ചെയ്യാൻ? അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്, അവര് തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത് അതിനെ പൊതുമധ്യത്തിൽ എടുത്തിട്ട് അലക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതില് എന്താണ് സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ സ്വയം അഭിപ്രായം പറയുകയാണ്. എടേ, നിനക്കൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ മതി, അവര് പറഞ്ഞുതരും എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ളത്. പകരം നീയക്കാരാണ് ഇങ്ങനെ ഒന്ന് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ നീയക്കാരാണ് ഇതിനകത്ത് സംസാരിക്കാൻ? ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇഷ്ടപ്രകാരം മറ്റൊരാളൊപ്പം ഇറങ്ങിപ്പോകുന്നു. അവർ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ കാമുകയായിരിക്കാം, ആരോ ആയിക്കോട്ടെ, ഒരാളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നു. ഇതില് അവർക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ലാത്ത പരാതി മറ്റൊരാൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവുന്ന പ്രശ്നം അവർക്ക് ഒത്തുപോകാൻ താല്പര്യമില്ല, ആ കൊച്ചു വേറൊരാളോട് ഇറങ്ങിപ്പോയി. ഇതിനകത്ത് ഞാൻ കാണുന്ന ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇവർ തമ്മിൽ വേർപിരിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ആകെ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് അത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, അവര് തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആണ്. അതിനകത്ത് ആ കുട്ടിക്ക് ആ ബന്ധം തുടരാൻ താല്പര്യമില്ല, അതുകൊണ്ട് ആ കുട്ടി മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് മറ്റൊരാൾ ഇപ്പൊ ഇറങ്ങിപ്പോകുന്നു. ഇതിനകത്ത് ഈ സദാചാരം വലിയ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവള് ചതിച്ചതാണ് അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവൻ അവനെ പറ്റിച്ചതാണെന്നൊക്കെ പറയും. ഇതൊക്കെ പറയാൻ നിങ്ങളാരാന്നേ? ഇതെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇതിൽ വിഷയം എന്താണെന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടി മറ്റൊരാൾക്കൊപ്പം പോയി, അല്ലെങ്കിൽ അഖിലിന് ബുദ്ധിമുട്ടുണ്ടായി. ഇതാണല്ലോ പോലീസ് സ്റ്റേഷൻ. ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് ഇതൊക്കെ എഴുതി വെച്ച ശേഷം ഇന്നലെ മുതലാണ് അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഇതൊന്നും ആരും അറിഞ്ഞില്ലല്ലോ, അതൊരാർക്കും പ്രശ്നമില്ലായിരുന്നു. അപ്പോ മറ്റൊരാളുടെ കുടുംബത്തിൽ കയറി കൈ കടത്തുമ്പോൾ എന്തെങ്കിലും സത്യം ഒന്നെങ്കിലും അറിഞ്ഞിട്ടെങ്കിലും കൈ കടത്തുന്നത് നല്ലതാണ്. അല്ലാതെ ഒന്നും അറിയാത്ത കണ്ടന്റിന് വേണ്ടി മാത്രമായിട്ട് എന്തും വിളിച്ച് പറയുന്ന രീതിയിലേക്ക് തരം താഴ്ന്നു പോകരുത്.